നമസ്കാരം. ഈ VBSൻ്റെ കാലഘട്ടമാണല്ലോ. ചിൽഡ്രൻസ് മിനിസ്ട്രീസ് ക്യാമ്പുകളൊക്കെ നടക്കുന്നൊരു കാലഘട്ടമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ടെക്നിക്കൽ സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. എനിക്കറിയാവുന്നത്, ഞാൻ അപ്ഡേറ്റഡ് അല്ല എങ്കിൽ പോലും എനിക്കറിയാവുന്നത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിഷ്വൽ ആഡിയോ കമ്മ്യൂണിക്കേഷൻസ്, അതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. കുഞ്ഞുങ്ങളിലേക്ക് ലഘുവായി പഠനങ്ങളെ എത്തിക്കുക, പഠനങ്ങളിലൂടെ കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ ശ്രമം. അതിൽ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെയാണ് ടെക്നിക്കൽ ടൂൾസ് ആവശ്യമായിരിക്കുന്നത്, എങ്ങനെ അത് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എന്നെ നേരിട്ട് വിളിക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പോൾ എങ്ങനെയാണ് പ്രൊജക്ടർ കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെ ഏതൊക്കെ രീതിയിൽ വയർലെസ് ആയിട്ട് പ്രൊജക്ടറിനെ കണക്ട് ചെയ്യാം, ഏതൊക്കെ കേബിളാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ പ്രൊജക്ടറായിരിക്കും നല്ലത്. എനിക്ക് അറിവ് പരിമിതമാണ് അതിൽ നിന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും പഠിച്ചിട്ട് മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. യൂട്യൂബിലേക്ക് ഒരുപാട് റീൽസ് അവൈലബിൾ ആണെങ്കിൽ പോലും പ്രാക്ടിക്കലായിട്ട് എനിക്ക് പറ്റുന്നതൊക്കെ പറഞ്ഞു തരാനൊക്കെ സാധിക്കും. ഏതൊക്കെ കേബിളുകൾ, ഏതൊക്കെ അഡാപ്റ്ററുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടത് സാധിക്കും. പിന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പാട്ട്, ഇപ്പോൾ കരോക്കെ ആയിട്ട് പാടുന്നവരുണ്ടാവും, എങ്ങനെ നമുക്ക് അതിനെ ആംപ്ലിഫയറിലേക്ക് വയർലെസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ മോഡൽ ഉപയോഗിക്കാം, ഏതൊക്കെ സ്ക്രീൻ മോണിറ്റർ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെയാണ് ടെക്നോളജികൾ, എങ്ങനെയാണ് പ്രസൻറ്റർ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് PPT വർക്ക് ചെയ്യേണ്ടത്, ഇതൊക്കെ ഒന്ന് ഒരു ചെറിയ ക്ലാസ് കൊണ്ടോ ചെറിയൊരു വീഡിയോ കൊണ്ടൊക്കെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. താല്പര്യമുള്ളവർക്ക്, ആവശ്യമുള്ളവർക്ക് അതനുസരിച്ച് പറഞ്ഞു തരാൻ ശ്രമിക്കാം. ആ മേഖലകളിലോ ഈ മേഖലകളൊക്കെ മീഡിയ ടെക്നോളജിയൊക്കെ അതിന് പാഷൻ ഉള്ളതുകൊണ്ട് പറഞ്ഞു തരാൻ ശ്രമിക്കാം. താല്പര്യമുള്ളവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇപ്പോൾ ഈ വർഷത്തെ VBSഉം ഈ വർഷത്തെ എല്ലാ മിനിസ്ട്രിയും നന്മയായിരിക്കട്ടെ എന്ന് അനുവർത്തമായിട്ട് ആഗ്രഹിക്കുകയാണ്. എങ്കിലും ഒരു കാര്യം പറയട്ടെ, ടെക്നോളജിയിലേക്ക് കൂടുതൽ ആശ്രയിക്കരുത്. ടെക്നോളജി അല്ല നമുക്ക് നല്ലത്. ഇപ്പോൾ എല്ലാവരും, ഞാൻ മനസ്സിലാക്കാൻ ചെയ്യുകയാണെങ്കിൽ, ടെക്നോളജിയുടെ പുറകെയാണ് പോകുന്നത്. പക്ഷേ അപ്പോൾ ചോദിക്കും, കുട്ടികൾ ടെക്നോളജി പരമായിട്ട് അപ്ഡേറ്റഡ് അല്ലേ? തീർച്ചയായിട്ടും കുട്ടികളെല്ലാവരും ടെക്നോളജി പരമായിട്ട് അപ്ഡേറ്റഡ് ആണ്. പക്ഷേ പഴമയുടെ VBS മിനിസ്ട്രി, ചിൽഡ്രൻസ് മിനിസ്ട്രീസൊക്കെ നൽകാൻ ശ്രമിച്ചാൽ അത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ എല്ലാവരും പ്രൊജക്ടറിൻ്റെ പുറകെയാണ് ഓടുന്നത്. കുറ്റം പറയുന്നതല്ല, ആവശ്യമായിരിക്കും. എനിക്കുണ്ട് പ്രൊജക്ടർ, 1, 2, 3 പ്രൊജക്ടറൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതല്ല ആവശ്യം. പ്രൊജക്ടറൊക്കെ മാറ്റിവെച്ചതിന് ശേഷം പണ്ടത്തെ ഡയറക്ടേഴ്സ് ചെയ്തതുപോലെയുള്ള പേപ്പർ ക്രാഫ്റ്റ് വർക്കുകൾ, പേപ്പർ കട്ടിങ്സുകൾ, പ്ലക്കാർഡുകൾ, വചന ബോർഡുകൾ, ചിത്രങ്ങൾ, ഇതൊക്കെ എനിക്ക് ഇന്നത്തെ നവീന സാങ്കേതിക വിദ്യകളൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കുക. ഞാൻ പറയുന്നത്, ഇപ്പോൾ ഫിലിപ്പോസിനെ കുറിച്ച് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫിലിപ്പോസിനെ കുറിച്ച് ഒരു ഇമാജിനേഷൻ നമ്മൾ തയ്യാറാക്കി, അയാൾ ഇരിക്കുന്ന പൊസിഷനൊക്കെ തയ്യാറാക്കി, നമുക്ക് ഇപ്പോൾ ജെമിനി വഴിയൊക്കെ ഒരു പിക്ചർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് രൂപകൽപ്പന ചെയ്തെടുക്കാം. അതിനടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് ഔട്ട് എടുക്കാം. തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വചനങ്ങൾ അതിനകത്ത് എഴുതി വയ്ക്കാം. പോയിൻറ്റ് ഗെയിമുകൾ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. പപ്പറ്റുകൾ നമുക്ക് ഉണ്ടാക്കാം, പപ്പറ്റ് കാർഡുകൾ നമുക്ക് ഉണ്ടാക്കാം, പപ്പറ്റ് ആക്ടിവിറ്റീസ് നമുക്ക് ഉണ്ടാക്കാം, ഹാൻഡ് പപ്പറ്റുകൾ ഉപയോഗിക്കാം. എന്നാൽ വലിയ പപ്പറ്റുകൾ ഉപയോഗിച്ച് ഇളക്കി മറിക്കുന്ന ഒരു കാര്യങ്ങൾ, അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. എന്നിൽ പോലും വളരെ യുക്തിപരമായിട്ടും വളരെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ ഈ പ്രാവശ്യം കുറച്ച് അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം നടക്കുമെന്ന് അറിയത്തില്ലെങ്കിൽ പോലും ശ്രമിക്കുകയാണ്. നമുക്കെല്ലാം ഒരുമിച്ച് ശ്രമിക്കാം, ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ അറിവ് എനിക്ക് ഷെയർ ചെയ്യുക, എൻ്റെ അറിവ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു മാധ്യമം ഉപയോഗിച്ച് നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷനാണ് ഈ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ടെക്നോളജിപരമായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുള്ളവർ, ഇപ്പോൾ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പ്രൊജക്ടർ, LED വാള്, അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻസ് സ്റ്റൈൽസ്, പിന്നെ എന്താ പറയുക, എന്ത് തന്നെ ഏത് മേഖലയും എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ചോദിച്ചാൽ എൻ്റെ അറിവ് ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ അറിവ് അങ്ങനെ ഷെയർ ചെയ്യാൻ കഴിയുന്നവരെ കൊണ്ട് നിങ്ങളെ ബന്ധപ്പെടുത്താം. അപ്ഡേറ്റുകൾ ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഈ വർഷത്തെ VBSഉം ചിൽഡ്രൻസ് മിനിസ്ട്രീസൊക്കെ അനുഗ്രഹമായിരിക്കട്ടെ. നിങ്ങളുടെ പള്ളിയിലൊക്കെ VBS പ്രോഗ്രാംസൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ക്ഷണിക്കണം കേട്ടോ. ഞാൻ ശുശ്രൂഷനായതുകൊണ്ട് തന്നെ എന്നെ ശുശ്രൂഷനാക്കിയത് ചിൽഡ്രൻസ് മിനിസ്ട്രീസും VBSുമാണ്. കമ്പേഷൻ സ്കീമൊക്കെയാണ് എന്നെ ഒരു തലത്തിലേക്ക് എത്തിച്ചത്. ഈ ഒരു ശുശ്രൂഷനാക്കി ഇത്രയും ഒരു എന്താ പറയുക, ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വീണ്ടും ഞാൻ പോയാൽ മാത്രമേ എൻ്റെ സഭയുടെ ശുശ്രൂഷകളും എൻ്റെ ആത്മീയ ശുശ്രൂഷകളും ബലപ്പെടുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വീണ്ടും VBSിലേക്ക് ഇറങ്ങുകയാണ്. കുറച്ച് നാൾ ഈ ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. മീൻസ് പോയില്ല എന്നല്ല, മറ്റുള്ള ആൾക്കാരോടൊപ്പം പോയായിരുന്നു, VBS ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ ഞാൻ ഒരു കാലത്ത് കിഴുകിട ഉറപ്പിച്ച ഒരാളായിരുന്നു അല്ലേ. അങ്ങനെയൊക്കെ ഇതൊക്കെ തോന്നും, എനിക്കങ്ങനെ പറയാൻ തോന്നുന്നുണ്ട്. എനിക്കെൻ്റെ ആഗ്രഹം കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ എന്തായാലും അതിലേക്ക് തീരെ അതിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു മീഡിയം സ്ട്രക്ചർ നിന്നുകൊണ്ട് നല്ലൊരു VBS നടത്താൻ ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം കുറച്ച് കൂട്ടുകാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു നല്ല VBS, ഒരു നല്ല ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്നെ സ്വീകരിച്ച സഭകൾ ഒത്തിരിയുണ്ട്. ഏപ്രിൽ മാസം ഫുള്ള് ആയിട്ടുണ്ട്. ഒരുപാട് വിമർശിച്ചവരുണ്ട്, എന്നെക്കുറിച്ച് വിമർശിക്കുന്നവരുണ്ട്. എന്താണെന്ന് അറിയില്ല, ഏത് ആംഗിളിലാണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് അറിയത്തില്ല. ശുശ്രൂഷ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം, പറ്റുന്ന പോലെ ചെയ്യണമെന്ന് ആഗ്രഹം. എന്നെ കാണുമ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ ചിന്തിക്കും, പക്ഷെ ഒന്നുമല്ല. ശുശ്രൂഷ ചെയ്യുക, അതാണ് എന്നെ ജീവിപ്പിക്കുന്നത്.
കണ്ണിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യുന്നത് ശുശ്രൂഷയിൽ കൂടി സജീവമാകുമ്പോൾ, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാം മറന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. നിങ്ങളത് തന്നെ ചെയ്യുക കേട്ടോ. എവിടെയെങ്കിലും എവിടെ തിരുന്നു കഴിഞ്ഞാൽ എന്ന് രോഗിയാവും എന്ന പ്രശ്നമാണ്. നമ്മളെന്തെങ്കിലുമൊക്കെ ആത്മീയമായി ചെയ്തുകൊണ്ടേയിരിക്കുക. ആത്മീയമായി വർദ്ധിക്കും, മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ ശുശ്രൂഷകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല ശുഭദിനം. താങ്ക് യു.